US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ സൗദി അറേബ്യയിലെത്തി. തുടർന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപ് സന്ദർശിക്കും. സന്ദർശന വേളയിൽ ബോയിങ് 747-8 ജംബോ ജെറ്റ് വിമാനം ഖത്തർ ട്രംപിന് സമ്മാനമായി നൽകുന്നു എന്നാണ് റിപ്പോർട്ട്. US മാധ്യമമായ ABC ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത്. US പ്രതിരോധ വകുപ്പിനാണ് ഖത്തർ വിമാനം കൈമാറുന്നത്. 2029 ജനുവരി 1 ഭരണകാലാവധി പൂർത്തിയാക്കിയ ശേഷം ട്രംപിൻ്റെ പേരിലുള്ള പ്രസിഡൻഷ്യൽ ലൈബ്രറി ഫൗണ്ടേഷന് വിമാനം കൈമാറും. വിമാനം ട്രംപിനുള്ള സമ്മാനമാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും താൽക്കാലിക ഉപയോഗത്തിനായി കൈമാറുന്നുവെന്നാണ് ഖത്തർ നൽകുന്ന വിശദീകരണം. ഖത്തർ മാധ്യമ അറ്റാഷയായ അലി അൽ അൻസാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. വിമാനം കൈമാറുന്ന വിഷയത്തിൽ ഇതുവരെയും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്യാഡംബര വിമാനമാണ് ഖത്തറിൻ്റെ ഉടമസ്ഥതയിലുള്ള ബോയിങ് 747-8 ജംബോ ജെറ്റ്. ആകാശത്തിലെ കൊട്ടാരം എന്നാണ് ഇതറിയപ്പെടുന്നത്. ചെറിയൊരു കൊട്ടാരം തന്നെയാണിത്. $400 മില്യൺ ഇതിൻ്റെ മതിപ്പ് വില, അതായത് ഏകദേശം 3394 കോടി രൂപ. നേരത്തെ ഖത്തർ രാജകുടുംബവും തുർക്കി ഭരണത്തലവന്മാരും ഉപയോഗിച്ചതാണ് ഈ വിമാനം. 13 വർഷം പഴക്കമുള്ള ഈ വിമാനം ആവശ്യമായ നവീകരണങ്ങൾക്ക് ശേഷമായിരിക്കും US പ്രസിഡന്റിൻ്റെ ഉപയോഗത്തിനായി കൈമാറുക. പ്രസിഡന്റിൻ്റെ വിമാനത്തിന് ആവശ്യമായ സൈനിക സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം നവീകരണത്തിൽ പാലിക്കും. മിസൈൽ ആണവ ആക്രമണങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് വിമാനത്തിലുണ്ടാകുക. US ഏവിയേഷൻ കമ്പനിയായ L3 ഹാരിസിനെ കരാർ ഏൽപ്പിച്ചതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 വർഷത്തിനകം നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പ്രതിരോധ വകുപ്പിന് കൈമാറും. വിമാനം ഖത്തറിൽ നിന്ന് സ്വീകരിക്കുന്ന വിവരം ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 40 വർഷത്തോളം പഴക്കമുള്ള എയർഫോഴ്സ് 1 പകരം താൽക്കാലിക ഉപയോഗത്തിനാണ് പ്രതിരോധ മന്ത്രാലയം വിമാനം സ്വീകരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. തീർത്തും സുതാര്യമായ ഇടപാടാണിതെന്നും US പ്രസിഡന്റ് പറയുന്നു. വിമാനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഡെമോക്രാറ്റുകൾ ഉയർത്തുന്ന വിവാദങ്ങളെ തുടർന്നാണ് ട്രംപിൻ്റെ വിശദീകരണം. US പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വാഹനമാണ് എയർഫോഴ്സ് 1 ജെറ്റ്. നിലവിൽ എയർഫോഴ്സ് 1 കീഴിലുള്ള 2 ബോയിങ് വിമാനങ്ങൾക്കും 35-ലേറെ വർഷത്തോളം പഴക്കമുണ്ട്. 1ാം ട്രംപ് ഭരണത്തിലാണ് ഈ വിമാനങ്ങൾ മാറ്റണമെന്ന തീരുമാനമെടുത്തത്. പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ 2018 ബോയിങ് കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ വിമാനം ലഭിക്കാൻ വൈകുകയാണ്. വിമാനം പൂർണ്ണസജ്ജമാകാൻ സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബോയിങ് വിമാനങ്ങൾ പൂർണ്ണസജ്ജമാകാൻ 2029 അപ്പോഴേക്കും ട്രംപിൻ്റെ ഭരണകാലാവധി അവസാനിക്കുകയും ചെയ്യും. ജനുവരിയിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ബോയിങ്ങുമായി സംസാരിച്ച് നിർമ്മാണം വേഗത്തിലാക്കാൻ ഇലോൺ മസ്കിനെ ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ മസ്ക് ദൗത്യം ഏറ്റെടുത്തിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. പരമാവധി 2027 പുതിയ വിമാനങ്ങൾ പൂർണ്ണ സജ്ജമാകാനെന്നാണ് കമ്പനി വ്യക്തമാക്കിയത്. കുറച്ചുനാൾ മുമ്പ് ട്രംപ് ഖത്തറിൻ്റെ ഉടമസ്ഥതയിലുള്ള ബോയിങ് 747-8 ജംബോ ജെറ്റ് വിമാനം കാണാനെത്തിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇത്. ഫ്ലോറിഡയിലുള്ള ട്രംപിൻ്റെ അത്യാഡംബര റിസോർട്ടായ മാറെ ലാഗോ എസ്റ്റേറ്റിന് സമീപത്തെ വെസ്റ്റ് പാം ബീച്ച് എയർപോർട്ടിലായിരുന്നു ആ ജെറ്റ് വിമാനം ഉണ്ടായിരുന്നത്. ബോയിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ പുതിയ വിമാനങ്ങളുടെ നിർമ്മാണം വൈകുന്നതിൽ ട്രംപ് പ്രതിഷേധത്തിലിരിക്കുമ്പോഴാണ് ട്രംപ് വിമാനം കാണാനെത്തുന്നതും വിമാനം സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതും. പുതിയ എയർഫോഴ്സ് 1 വാഹനമായി ബോയിങ് 747-8 പരിഗണിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ശേഷം അറബ് രാജ്യങ്ങളിൽ നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. ട്രംപ് മറ്റ് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും കാണുന്നുണ്ട്. UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. മാത്രമല്ല പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ എന്നിവരുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്.